എല്ലായിടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ്. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തി നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പരിലസിക്കുന്ന ഒരേ ഒരു വ്യക്തി പ്രഭാവം, അത് നാം ആരാധിക്കുന്ന, നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നസ്രയനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ എല്ലാ പുസ്തകവും വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. സംഖ്യാ പുസ്തകം പേര് കേൾക്കുമ്പോൾ അറിയാം, എണ്ണം എടുക്കുന്ന പുസ്തകമാണ്. എണ്ണം എടുക്കണം. നിങ്ങൾക്കറിയാം, 2 സ്ഥലത്ത് വെച്ച് എണ്ണി എന്ന 26-ാം അധ്യായത്തിൻ്റെ 1 വായിച്ചു. ഇതെല്ലാം നമുക്കറിവുള്ള വാക്യമെങ്കിലും ഒന്ന് വായിക്കുന്നത് ഉചിതമാണ്. അതിൻ്റെ കാരണം, ചില ആൾക്കാർ എന്നെ പറ്റി പറയുന്ന അയാൾ വായി വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞു വെച്ച് പോകുമെന്ന്. അപ്പോൾ ഈ വായി വരുന്നത് എന്നതാന്ന് വായിപ്പിച്ചേക്കാം. അപ്പോൾ ഇതൊക്കെ ആ വായി വരുന്നതെന്ന് അറിയണ്ടായോ? 26-ന്റെ 1. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുക്കണം എന്ന് കൽപ്പിച്ചു. അപ്പം ബാധ കഴിഞ്ഞ ശേഷം എന്നാ 26-ന്റെ 1. അപ്പോൾ ബാധ കഴിഞ്ഞ ശേഷം പറഞ്ഞു, എണ്ണാൻ പറഞ്ഞു. അപ്പം മറുവശം ബാധയ്ക്ക് മുന്നേ ഒന്ന് എണ്ണി. ഇനി 1-ാം അധ്യായത്തിൻ്റെ 1 വായിരും. സംഖ്യ ഫാൻ വരുന്നത് കൊണ്ട് താള് കൃത്യത്തിന് നിൽക്കുന്നില്ല, എന്നാലും വായിക്കുക. 1-ന്റെ 1 അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവർ മിസ്രയീം ദേശത്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കണം. ഇത് ആദ്യം എണ്ണിയ കാര്യമാണ്. 2-ാമത് എണ്ണിയതാണ് ബാധ കഴിഞ്ഞ ശേഷം. ഇനി 26-ാം അധ്യായത്തിന്റെ 63-ഉം 64-ഉം ആ കണ്ണിക താഴെ ഒരു കണ്ണിക തുടങ്ങുമല്ലോ. 26-ന്റെ ഈ ഭാഗത്തായിട്ട് വരും. 63 മറിച്ച് മനുപ്പാസിന്റെ കുഴപ്പമല്ല, ഫാനിന്റെ കാറ്റ് കൊണ്ട് താള് മറിയുന്നത് കൊണ്ടാണ്. 63, 64 ഒരു കണ്ണിക ഉണ്ടവിടെ. യെരിഹോവിന് സമീപത്ത് മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ 2 എണ്ണത്തെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. 2 പ്രാവശ്യം എണ്ണി. 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. അല്ല, നമ്മളെ ഒന്ന് എണ്ണുന്നത് നല്ലതാ. നമുക്ക് വല്ലവരെയൊക്കെ എണ്ണാൻ നല്ല ബിരുദാ. അടുത്തിരിക്കുന്നവരെ എണ്ണാനും അവരെന്തെല്ലാം ചെയ്ത് അത് എണ്ണി പറയാനും മറ്റുള്ളവരെ എണ്ണാനും എന്തോ ബിരുദ. എന്നാൽ നാം നമ്മെ ഒന്ന് എണ്ണണം. നമ്മെ എണ്ണുക മാത്രമല്ല, മുമ്പേ പറഞ്ഞ ആശയത്തോട് ചേർത്ത് പറയാം, നമ്മുടെ നാളുകളെയും കൂടെ ഒന്ന് എണ്ണുന്നത് നല്ലതാ. 90-12 സങ്കീർത്തനം. പിന്നെ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കുക. ഇത് നാളുകളൊന്ന് എണ്ണണം. ഞാൻ എണ്ണും. സ്തോത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഈ ഭൂമിയിലെ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് വരുവാനിടയാക്കി. ഇപ്പൊ ഏതാണ്ട് 17,000 ചില്ലുവാനും ദിവസം കഴിഞ്ഞു. 17,000 കഴിഞ്ഞു. മനുപ്പാസ് എത്ര ദിവസമായി? എത്രയിൽ വാട്ടെ തമ്പിച്ചായൻ അല്പം കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് ഓരോ ദിവസവും എണ്ണുന്ന നല്ലതാ. നിങ്ങൾ പാടുകയും കൊട്ടുകയും ചെയ്താൽ പൊരുതൊക്കെ എണ്ണണം. ഞാൻ മനസ്സിന് എത്ര ദിവസമായി വന്നിട്ട്? ഒരാഴ്ചയോ? ഞാൻ പോകുന്നതിന് മുന്നേ കൃത്യം ഡേറ്റ് ദിവസം പറയണം കേട്ടോ. ഞാൻ പ്രസംഗം തീരുന്നതിനിടയ്ക്ക് ചോദിക്കും, എത്ര പെട്ടെന്ന് കൂട്ടിക്കോ.
നിങ്ങൾ വല്ലതും എണ്ണിയോ? മോൻ ഓർക്കണ്ട എണ്ണമാണോ എടുക്കുന്നത്? എത്ര ദിവസമായിരുന്നു? അപ്പൊ ഇത് ഞാനും നിങ്ങൾ ഒന്ന് എണ്ണണം. അതിന് ഒരു ചെറിയ കണക്ക് 80 വയസ്സ് വരെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചാൽ എത്ര ദിവസം ജീവിക്കും? അതിന് ന്യായമായൊരു 70 ഏറെയായാൽ 80 എന്നൊരു പ്രയോഗം 90-ലുള്ളത് കൊണ്ട് സങ്കീർത്തനത്തിൽ 80 എന്ന് ന്യായമായ ഒരു കണക്കെടുക്കുക. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതാണ് 1 സെക്കൻഡ്, ഇല്ലയോ? മണിപ്പാസ്റ്റ എത്ര സെക്കൻഡാ 1 മിനിറ്റ്? 60. ആ മോനെ ദൈവം, എത്ര മിനിറ്റാ 1 മണിക്കൂർ? ഉറക്കം പറഞ്ഞു, ആരും ഒന്നും ചെയ്യത്തില്ല. 60 മിനിറ്റ് 1 മണിക്കൂർ. ദൈവരാശിയോടും ചോദിക്കട്ടെ, ജിജി സാമനോട്, എത്ര മണിക്കൂറാ 1 ദിവസം? 20. ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യം ഒന്നും ചോദിക്കുകയല്ല. 24 മണിക്കൂർ. ജമൽസനെ എത്ര ദിവസമാ ഒരാഴ്ച? ലളിതമായ ചോദ്യമാ. 7. പുള്ളി ഒരാഴ്ച നേരത്തെ പറഞ്ഞായിരുന്നു. പുള്ളി നേരത്തെ അങ്ങ് എല്ലാം എറിഞ്ഞ് വെടി വെച്ചിടുക, പന്നി വരുമ്പോൾ കൊണ്ടുപോകുമെന്ന്. അപ്പോൾ ഒരാഴ്ച. ഇനി എത്ര ആഴ്ചയാ മോനെ പാപത്തിരിക്കാതെ? 1 മാസം. ന്യായമായിട്ടൊരു കണക്ക് പറഞ്ഞാൽ മതി. 4 ആഴ്ച. എത്ര മാസമാ 1 വർഷം? 12. നിങ്ങളെല്ലാം മിടുക്കന്മാരാണല്ലോ. അപ്പോൾ 1 വർഷം എത്ര ദിവസമാ മോനെ? 365 കാലം എന്നൊക്കെ. അപ്പോൾ 1 സെക്കൻഡ് 60 സെക്കൻഡ് 1 മിനിറ്റ്, 60 മിനിറ്റ് 1 മണിക്കൂർ, 1 മണിക്കൂർ വെച്ച് കൂട്ടുമ്പോൾ 24 മണിക്കൂർ 1 ദിവസം, 7 ദിവസം ഒരാഴ്ച, 4 ആഴ്ച ന്യായമായ കണക്ക്, 1 മാസം, 12 മാസം, 1 വർഷം, ഏതാണ്ട് 365 ദിവസം 1 വർഷം. അങ്ങനെ 365 കണക്കെടുക്കുക. അങ്ങനെ കണക്കെടുക്കുമ്പോൾ 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏതാണ്ട് 29,200 ദിവസമാണ് ലഭിക്കുന്നത്. അങ്ങനല്ലയോ? കൂട്ടിയോ? പുള്ളിയുടെ മാത്രം കൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ 29,200 ദിവസം 80 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന ദിവസങ്ങളാ. ന്യായമായ ഒരു കണക്കാ. അതെ, എപ്പോഴും ഞാൻ പറയും ന്യായമായ ഒരു കണക്ക്. ഇങ്ങനെ ഒരു കണക്കൊന്ന് തികയ്ക്കാൻ 30,000 എന്ന് എടുത്തു. ഒരു എന്തുവാ അതിന് കണക്കിന് പറയുന്നത്? ഒന്ന് റൗണ്ട് ആക്കുക. എനിക്ക് ഈ ഇംഗ്ലീഷ് വലിയ വശമില്ല, അതുകൊണ്ടാണ്. അതൊക്കെ വളരെ എങ്ങനെയാണ് ദൈവത്തിനും എനിക്കും അറിയാം. അപ്പം അത് റൗണ്ട് ചെയ്യാൻ വേണ്ടി 30,000 ദിവസം എടുക്കണം. ഈ 30,000 ദിവസം എനിക്കും നിങ്ങൾക്കും 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് 30,000 ദിവസം ലഭിക്കുമ്പോൾ ആ 30,000 ദിവസത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തോ ചെയ്യുന്നു? ന്യായമായ ഒരു ചെറിയ കണക്ക് പറയുന്നതിന് ഉള്ള ഇഷ്ടമുണ്ട്, യോജിച്ചാൽ മതി. ഈ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടൊക്കെ ഡോക്ടേഴ്സും ചുമതലപ്പെട്ടവരുമൊക്കെ പഠിച്ചവർ പറയുന്നത് ഒരു മനുഷ്യൻ കുറഞ്ഞത് 1 ദിവസം 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ കേട്ടിട്ടില്ലയോ? 8. അപ്പൊ തന്നെ 1 ദിവസത്തിൽ 24 മണിക്കൂറാണല്ലോ 1 ദിവസം. അതിൽ 3-1 ഉറങ്ങിത്തീരുക. 8 വെച്ച് കൂട്ടുമ്പോൾ 3-1 എന്താ പുന്നുച്ച? 3-1 ഉറങ്ങിത്തീരുക. അത് പോരാഞ്ഞിട്ട് ഇവിടെയും വന്ന് ഉറങ്ങുന്നുണ്ട്. അത് പോരാ, ഈ സ്റ്റേജിലിരുന്ന് ഉറങ്ങുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയും വന്നിരുന്ന് ഉറങ്ങുക. സഭായത്തിന്റെ പിന്നെ പറയണ്ട. സ്തോത്രം. അപ്പം 3-1 ഉറങ്ങത്തി. അങ്ങനെയെങ്കിൽ 30,000 ദിവസത്തിൽ 10,000 ദിവസം ഉറങ്ങിത്തീരുക. ഇനി ഞാൻ ഒരു സഹോദരനോട് ഒരിക്കൽ രസകരമായിട്ട് അന്നിൽ ചോദിച്ചു, എത്ര നേരം ഭക്ഷണം കഴിക്കും? അപ്പം ഞാൻ ധരിച്ചത് അവനെ 2-3 പറയുമെന്നാ. അവൻ പറഞ്ഞു 4 നേരം കഴിക്കും, പിന്നെ കിട്ടുമ്പോഴെല്ലാം കഴിക്കും. പണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഉപദേശി ഒരു സഭയിലിരിക്കുക, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരാ മൊത്തം. അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുന്നവരാ. അപ്പം പുള്ളി സംസാരിച്ചപ്പം ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റേ ഇനി അങ്ങനെ പറഞ്ഞാൽ തല്ലുമെന്ന് പറഞ്ഞു. ഒരു വേണ്ടപ്പെട്ടത് ഇനി പറഞ്ഞാൽ തല്ലും. ഉടനെ പുള്ളി പറഞ്ഞു, ജോയി നീ എന്നെ അടിച്ചാൽ ആ സ്പോട്ടിൽ നിന്നെ തിരിച്ചടിക്കും, മാത്രമല്ല അവസരം കിട്ടുമ്പോഴെല്ലാം നിന്നെ തല്ലുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇവൻ പറയുക,
4 നേരം കഴിക്കും, പിന്നെ കിട്ടുമ്പോഴെല്ലാം കഴിക്കും. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്നാണ്, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ശുശ്രൂഷയ്ക്കുമൊക്കെ നമ്മൾ കറക്റ്റ് ടൈം പറയും, പക്ഷേ ഭക്ഷണത്തിന് അങ്ങനെ കറക്റ്റ് ടൈം പറയാറില്ല. ഇപ്പം കല്യാണത്തിന് പറയും, പാസ്റ്ററെ അധികം പ്രസംഗിക്കരുത്, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇച്ചിരി സമയം കൊടുക്കണം, പിന്നെ ആശംസ അതും വേണ്ട, എല്ലാം ചുരുക്കി. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇത്ര ടൈം എന്നൊന്നും പറയാറില്ല. അത് വയ്യാത്ത ആൾക്കാരാണെങ്കിലും നന്നായിട്ട് പെരുക്കുന്ന കാണാം. വയ്യ എന്നാലും പിടിവിടുകയില്ല. അപ്പം അങ്ങനെ ന്യായമായ ഒരു കണക്കെടുത്താൽ ഭക്ഷണത്തിനായിട്ട് തന്നെ ഈ 80 വർഷം ഈ 30,000 ദിവസത്തിൽ 1,000 ദിവസം മാറുക. സമയമെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും. പിന്നെ ഒരുക്കം, ദേവാരം, കുളി, ദിനചര്യ, ജോലി, ചിലർക്ക് മറ്റേ യാത്ര, പോക്ക്, വരവ്, ഇതിനെല്ലാം കൂടെ ഒരു 10,000 ദിവസവും പോവും. നിങ്ങൾ ന്യായമായിട്ട് കണക്കെടുത്താൽ മതി. അപ്പം 10,000 ഉറങ്ങി തീർത്തു, 10,000 മറ്റു കാര്യങ്ങൾ, കുളി, ഒരുക്കത്തിൻ്റെ ഒന്നും പറയണ്ട. ഇപ്പം തമ്പിച്ചാനും ഞങ്ങൾ ദൈവദാസന്മാരൊക്കെ അങ്ങനെ വലിയ ഒരുക്കമില്ല, ഇതെല്ലാം ഉള്ളതാണ്. ഇതിനകത്ത് ഈ കൃത്രിമം ഒന്നുമില്ല. ചിലർ എന്നെ പ്രസംഗിക്കാൻ വരുമ്പോൾ തന്നെ എത്രയോ പുട്ടിയിട്ട് എന്തെല്ലാം ഇട്ടാ നമ്മൾ പിന്നെ കാണുമ്പം വേറൊരു മുഖം, പുള്ളി തന്നെ ആയിരുന്നു അവിടെ. ഇവിടെ വരുമ്പം വേറൊരു എല്ലാം അടിച്ച് മിനുക്കി, എന്തോ അതിന് പറയുന്ന പോട്ടെ, എന്ത് സമയമെടുത്താ കേൾക്കുന്നുണ്ട്. ചിലര് ഒരുക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോയേച്ചും കൂടെ വരുന്നത്. അതുകൊണ്ട് ചിലർ നന്നായിട്ട് ആരാധിക്കത്ത് പോലുമില്ല, കാരണം വിയർത്ത് കഴിയുമ്പം ഷേപ്പ് മാറും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുങ്ങുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുക്കം, കുളി, ദേവാരം, മറ്റ് യാത്ര കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് ഒരു 10,000 ദിവസം. ചാപ്പാടിന് 5,000, ഉറങ്ങാൻ 10,000. അപ്പോൾ 10ഉം 10 20 5, പിന്നെ എല്ലാം കൂടെ ഒരു 5,000 ദിവസമേ ഉള്ളൂ. എൻ്റെ ഭാഷയാ, കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാൻ. 5,000 ദിവസം കിട്ടുന്നത് ആർക്കാ? 80 വർഷം ജീവിക്കുന്ന വ്യക്തിക്കാ. നമ്മൾ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലായി പലരും യേശുവിനെ അറിഞ്ഞേ, ചിലർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലായി യേശുവിനെ അറിഞ്ഞേ, ചിലർ യേശുവിനെ അറിഞ്ഞിട്ട് ഉഴപ്പി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതൊക്കെ ഒന്ന് എണ്ണുന്ന നല്ലതാ. നമ്മുടെ നാളുകളെ ഒന്ന് എണ്ണണം. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന് മകത്ത്. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ, 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ, വേഷനിഴലിൽ നടന്നു തങ്ങൾ അഴിക്കുന്ന കഥ പോലെ, വേഷനിഴലിൽ നടന്നു തങ്ങൾ അഴിക്കുന്ന കഥ പോലെ, ഏവനും മരിക്കും എന്ന് ഒരുങ്ങെല്ലാവരും മരിപ്പാ, ഏവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാ. യാത്ര ആരംഭിച്ചു. ഷൂർ മരുഭൂമിയിൽ വന്ന് പിന്നെ ഇങ്ങോട്ട് യാത്ര, ഷൂർ കഴിഞ്ഞ് മാറായിലും എലീമിലും പിന്നെ സീൻ മരുഭൂമിയിലൊക്കെ വന്ന് 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ യാത്ര സ്റ്റോപ്പ് ചെയ്തു. അതെന്തിനാന്ന് ചോദിച്ചാൽ, യാത്ര സ്റ്റോപ്പ് ചെയ്ത് വെച്ച് ദൈവം മോശയെ മേളിലോട്ട് വിളിച്ചു വരാൻ പറഞ്ഞു. അതെന്തിനാന്ന് ചോദിച്ചാൽ, ചുമ്മാ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് കാര്യമില്ല, യാത്രക്കാർക്ക് പ്രമാണം വേണം. നമ്മൾ പാട്ട് പാടും, മോക്ഷയാത്രയാനി നീട്ടി പാടിയാ പോരാ. പാട്ട് പാടുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രമാണമുണ്ട്.
അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, മോശയെ വിളിച്ചു പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. യാത്ര ചെയ്യല്ലേ, യാത്രക്കാർക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണം കൊടുക്കാൻ വേണ്ടിയാണ് മേളിലോട്ട് വിളിച്ചത്. യോശുവയെ കൂടെ കൊണ്ടുപോയി അഹരോനെയും ഹൂരിനെയും ഏൽപ്പിച്ചു. ആ 24:12 ഒന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് ഇരിക്കുക, ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടത്, നീ യാത്രക്കാരെ ഉപദേശിക്കേണ്ടെന്ന ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരും എന്ന് വിളിച്ചത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നീ മേളിലോട്ട് കയറി വരണം, യാത്രക്കാർക്ക് ഞാൻ നിർദ്ദേശം തരാൻ പോകുകയാണ്. നിങ്ങൾ എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള ബഹുമാന്യരായി എന്നെ കേൾക്കുന്നത്. അപ്പം നിങ്ങൾ നന്നായിട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവരുണ്ട്. സാധാരണ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ടുപോകും, അത് വർഷത്തിലൊന്ന്. അപ്പം കൊണ്ടുപോയാൽ ഉടനെ ചുമ്മാ വണ്ടിയെ കയറ്റി അങ്ങ് കൊണ്ടുപോകാമെന്നു അല്ല. യാത്ര പോകുന്നവർക്ക് ആദ്യം നിർദ്ദേശം കൊടുക്കും ചുമതലപ്പെട്ടവർ, ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ ചുമതലപ്പെട്ടവർ. പിന്നെ നമ്മൾ ഇവിടുന്ന് യാത്രയാണ്, നിങ്ങളുടെ സീറ്റിലെ നിങ്ങൾ ഇരിക്കാവൂ, മറ്റുള്ളവരെ തെള്ളി താഴെ ഇടരുത്, അവൻ എന്തെങ്കിലും പൊതി കൊണ്ടുവന്നെങ്കിൽ അടിച്ചു മാറ്റരുത്, അവൻ്റെ പോക്കറ്റിൽ നിന്ന് നോട്ടിലൊന്നും പിന്നെ എല്ലായിടത്തു നിന്നും എല്ലാം മേടിച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുത്. കണ്ണിന് ഇമ്പം ഉണ്ടാക്കുന്ന, കണ്ണിന് കൗതുകം വരുത്തുന്ന, ത്രസിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ തൂക്കിയിടും വണ്ടി പോകുമ്പോഴേ. ഉടനെ വണ്ടി നിർത്തി അത് ചാടിയെടുത്ത് കഴിച്ചാൽ ചിലപ്പോൾ യാത്രയ്ക്ക് തടസ്സം. എന്നാന്ന് ഞാൻ വിവരിക്കണ്ടല്ലോ മനുപാസ്റ്റേ, വേണ്ട. പിന്നെ കയ്യും തലയും വെളിയിൽ. അങ്ങനെ തന്നെ യാത്രക്കാർക്ക് കൊടുത്ത പ്രമാണമാണ് മോശയെ വിളിച്ചു വെച്ചു. ദൈവത്തെ സേവിക്കുന്ന ആരാധിക്കുന്ന നിനക്കൊരു പ്രമാണമുണ്ട്. തോന്നിയതുപോലെ യാത്ര ചെയ്യാനും തോന്നുമ്പം വരാനും തോന്നുമ്പം പോകാനും ഒന്നും പ്രമാണമില്ല. നമുക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണം കൊടുക്കാനാണ് മോശയെ ദൈവം മേളിലോട്ട് വിളിച്ചത്. പലക ദൈവത്തിന്റെ പലകയും പലകയിലേക്ക് എടുത്ത് ദൈവത്തിന്റെ എടുത്ത്. ഞാൻ എല്ലാം വിവരിക്കുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് വചനത്തിട്ടമുള്ളവരാണെന്നില്ല. വിശേഷിച്ച് പത്തിയൂരുകാര്, ചേപ്പാട്, ഇവിടെയൊക്കെ പഴയ ആദ്യത്തെ ബൈബിള് കിട്ടിയത് ചേപ്പാട്ടുകാർക്കാണ്, ബോംബെ വെച്ച് തിരുമേനിക്ക്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പ്രമാണം, ദൈവത്തിന് മഹത്വം. ആ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ യാത്രക്കാർക്ക് ആരാധനയ്ക്കുള്ള ക്രമീകരണം കൊടുത്തു. അതാണ് പുറപ്പാട് 25 മുതൽ പുറപ്പാട് 40 വരെ 15 അധ്യായത്തിൽ സമാഗമന കൂടാരത്തെ സംബന്ധിച്ചുള്ള ക്രമങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ദൈവം പ്രമാണം കൊടുത്തു. അപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ യാത്ര അധികമില്ല, 19 കൊണ്ട് തീരുക. പിന്നെ യാത്ര മുഴുവൻ രേഖപ്പെടുത്തിയത് സംഖ്യാപുസ്തകത്തിലാണ്. അത് എവിടൊക്കെ പാളയമടിച്ചു, എത്ര താവളങ്ങൾ വായിച്ച് 33:1 മുതൽ ഓടിച്ച് മുമ്പോട്ട് പോകാം. 33:1 മുതൽ സംഖ്യാപുസ്തകം 33:1 വാക്യം മുതൽ വായിക്കാം. മോശയുടെ അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. ഇവർ യാത്ര ചെയ്ത കാര്യങ്ങളെ പ്രയാണങ്ങളാവിത്, താവളം താവളമായി. മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. പിന്നെ താവളം താവളമായി അവർ ചെയ്ത പ്രയാണമാവിത്. അപ്പൊ താഴോട്ട് വായിപ്പിക്കുന്നില്ല, നേരമില്ലാത്തത് കൊണ്ട്. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 പാളയമടിച്ചാണ് ഇവര് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് എല്ലാം വിവരിക്കുന്നില്ല. യാത്ര ചെയ്തവരെ മോവാബ് സമൂഹം അധ്യായത്തിൽ താവളത്തിന്റെ പേരുകളും സ്ഥലങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് വന്ന ഒരു താവളത്തെ പറ്റിയാണ് 22:1 മുതൽ. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമി പാളയമിറങ്ങി ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാരാക്ക് അറിഞ്ഞു. ജനം വളരെയാകുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാനി മൂപ്പന്മാരോട് കാളവയലിലെ പുല്ല് നക്കി കളയുന്നത് പോലെ ജാതി മുഴുവൻ നക്കി കൊല്ലുമെന്ന് പറഞ്ഞ് ഇവര് ഭയപ്പെട്ടു. അടുത്ത വാക്യം. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ ബാലാക്ക് ആയിരുന്നു. ബാലാക്കും തന്റെ അനുയായികളും ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാര്യം ദൈവജനത്തെ പറ്റിയുള്ള ഭീതി വീണു. ജീവിക്കുന്ന ദൈവമക്കളെ പറ്റി എല്ലാ കാലത്തും ഒരു ഭീതിയുണ്ട്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ജീവിക്കുന്ന ആ ദൈവമക്കളെ പറ്റി അവരുടെ ഭവനത്തിലും ദേശത്തും ചുറ്റുപാടും സഭയിലുമൊക്കെ ഒരു ഭയം ഉണ്ടാകും.
ഇപ്പൊ എന്നാ ഭയമില്ലാത്തത്? ദൈവത്തിന് മഹത്വം. എന്നാൽ ഇപ്പോഴും ചിലരെ ഭയമാ. ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വസ്തരും വിശുദ്ധരുമായി നിൽക്കുന്നവരെ അന്നും ഇന്നും എന്നും അതിന്റെ ഭയമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇസ്രായേൽ മക്കളെ പറ്റി ഭയപ്പെട്ട് പറഞ്ഞു നമ്മൾ ഇവരെ ഒതുക്കണം. അതിനെന്നാ പോംവഴി? അപ്പൊ പറഞ്ഞു യുദ്ധം ചെയ്താൽ ജയിക്കാനൊക്കത്തില്ല. പിന്നെന്തോ പോംവഴി? പല കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ പറഞ്ഞു ഒരൊറ്റ പോംവഴിയുണ്ട്. ഇവിടെ അടുത്ത് ഒരു പ്രവാചകനുണ്ട്. പ്രവാചകനെ വിളിച്ച് ഇതുങ്ങളെല്ലാം നമുക്ക് പ്രാഗി ശപിച്ചു കൊല്ലാം. എന്റെ ഭാഷയിൽ അങ്ങ് പറയാ, കൂടോത്രം ചെയ്ത് മന്ത്രവാദം ചെയ്ത് ഇതിനെയെല്ലാം ഒതുക്കാം. അന്നേരം ഈ ജാതി അങ്ങ് തീർന്നോളൂ. അപ്പൊ ചോദിച്ചു, അതിന് മന്ത്രവാദത്തിന് അല്ലെ ഈ ആഭിചാരത്തിന് ഈ ശുദ്രപ്രയോഗം ചെയ്യുവാൻ അല്ലെ ഇവരെ ശപിക്കുവാൻ ഇവരെ കൊല്ലുവാൻ മിടുക്കരായ ആരെങ്കിലും ഉണ്ട്? അപ്പൊ പറഞ്ഞു, ഇവിടെ പ്രവാചകനുണ്ട്. പുള്ളിയുടെ ശുശ്രൂഷ പ്രാക്കും ശാപവും തന്നെ. അങ്ങനത്തെ ശുശ്രൂഷയാ പുള്ളിക്ക്. പുള്ളിയുടെ നല്ല ശുശ്രൂഷ അങ്ങനെ ഇങ്ങനത്തെ ശുശ്രൂഷ എല്ലാം അറം പറ്റുന്ന പ്രാക്ക, അല്ല പച്ചലയും കത്തിര പ്രാഗി കൊല്ലുക പുള്ളിയുടെ പരിപാടി. അപ്പൊ ചോദിച്ചു, പ്രാഗി ഏക്കുമോ? കൊള്ളാം, ഏക്കുമോന്നോ? അപ്പൊ പറഞ്ഞു, അങ്ങനെ തന്നെ പുള്ളിയെ വിളിക്കാം. അപ്പൊ പറഞ്ഞു, പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണം. ആ കാശിന്റെ അനുസരിച്ചായിരിക്കും പ്രാക്കിന്റെ. അപ്പൊ പറഞ്ഞു, കാശ് നമ്മുടെ ആൾക്കാർ പറയില്ല, കാശ് എടുത്ത് വീശുകാരനെന്ന്. എന്നാൽ ഒരാൾ പറഞ്ഞു, ഇലക്ഷന്റെ സമയത്ത് വീശുകാരനെന്ന്. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എടുത്ത് ഞാൻ തമ്പിച്ചാനോട് ഞാനിതൊന്നും പറയണ്ടല്ലോ. എത്രയോ പേര് വീശി വെച്ചിരിക്കുന്ന അച്ഛന്. പിന്നെ എന്റെ പരുവത്തിനങ്ങ് പോവുക. ദൈവത്തിന് മഹത്വം. കാശെടുത്തങ്ങ് എന്നെ ഒളിഞ്ഞൊരു നോട്ടം നോക്കുന്നത് അങ്ങോട്ട്. അത് ഞാൻ കണ്ട് കണ്ണാടിയുടെ ഇടയിൽ കൂടെ തമ്പിച്ചാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നത്. അതൊന്നും വേണ്ട, അത് ഞാൻ എൻ്റെ പരുവത്തിന് കൈകാര്യം ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചേ, കാശെടുത്ത് വീശണം. അതിനെന്നാ പോംവഴി? അങ്ങനെ കാശിന്റെ കനമനുസരിച്ചായിരിക്കും പുള്ളി ശപിക്കുന്നത്. ആള് വിട്ട് ബിലയാമിന് വരും. ആരാ ബിലയാം? വായിച്ചേ, 23:1 ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും അങ്ങ് വായിപ്പിക്കുക. കാരണം മനഃപ്പാസൊക്കെ ഭാഗ്യം ഉണ്ടാകട്ടെ. വെളിപ്പാട് 1:3 വായിച്ച് കളിപ്പിക്കുന്നതിന് ഭാഗ്യവാനാണ്. 23:3 ഈ വരലിരിക്കുന്നത്. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും ഒരു നാളെ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത വാക്യം, നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ അവര് അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ വെച്ച് നിന്നെ എതിരേൽക്കായി കൊണ്ട് നിന്നെ ശപിപ്പാൻ, അനുഗ്രഹിക്കാനല്ല, ഗുണം വരുത്താനല്ല, നിനക്ക് രക്ഷ ചെയ്യാനല്ല, നിന്നെ ശപിക്കാൻ അവർ മെസൊപ്പൊത്താമിയയിലെ ബെഥോരിൽ നിന്ന് ബെയോരിന്റെ മകനായ ബിലയാമിനെ മെസൊപ്പൊത്താമിയയിലെ ബെഥോരിൽ നിന്ന് ബെയോരിന്റെ മെസൊപ്പൊത്താമിയക്കാരനാ. ഇയാളുടെ ശുശ്രൂഷ പ്രാക്ക് വലപ്പുവാ. എന്നാൽ വചനം പഠിക്കുന്ന നിങ്ങൾക്കറിയാം, മെസൊപ്പൊത്താമിയ എന്ന് വേറൊരാള് പണ്ടിറങ്ങിയായിരുന്നു. വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1. എല്ലാം നമുക്ക് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരും ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. മെസൊപ്പൊത്താമിയക്കാരൻ അബ്രഹാം, ഇവിടെ മെസൊപ്പൊത്താമിയക്കാരൻ ബിലയാം. രണ്ട് ധ്രുവത്തില. ബിലയാം ശുശ്രൂഷ, പ്രത്യേക ശുശ്രൂഷ പ്രാക്ക് വലപ്പുവാ. എന്നാൽ അബ്രഹാം മെസൊപ്പൊത്താമിയ ഇറങ്ങി. പുള്ളിയുടെ രീതി എങ്ങനെ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. അറിവുള്ള വാക്യമാണല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. മെസൊപ്പൊത്താമിയ ഇറങ്ങിയ അബ്രഹാം എന്തോടുക്കുകയായിരുന്നെന്ന് എബ്രായ ലേഖനക്കാരന്റെ കാര്യം വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തങ്ങളുടെ കൂട്ടവകാശികളാക്കുന്ന ഈ സഖാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക്, ഓ നാടില്ല ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടുന്നു വിരവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാം കാണും വീടും
മകന് ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരം കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ മെസൊപ്പൊട്ടേമിയക്കാരനാകുന്ന ബിലെയാം ശപിക്കാനും രാഗാനും നടക്കുക. അങ്ങനെ ബിലെയാമിനെ വിളിച്ചു വരുത്തി ഇസ്രായേൽ മക്കളെ ശപിക്കാൻ കാശുമൊക്കെ കൊടുത്താ വരുത്തിയത്. പുള്ളി ഡയലോഗൊക്കെ പറഞ്ഞു, എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നു വന്നും തന്നാലും ഞാൻ പ്രമാണം വിട്ടൊന്നും. 18 വായിച്ചു, 22:18. പുൽപ്പിറ്റെ കയറി മൈക്ക് കിട്ടുമ്പം ഞാൻ അടക്കമുള്ളവരെല്ലാം നല്ല വകുപ്പ് പറയും. ബിലെയാം ബാലാക്കിന്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. നല്ല ഡയലോഗ്. ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിട്ടു പോകുകയല്ലെന്നും. അത് പുറമെ പുൽപ്പിറ്റേ നിന്ന് പറഞ്ഞതാ. പക്ഷെ ഇവന്റെ ഹൃദയത്തിന്റെ ചിന്ത, ഹൃദയത്തിനകത്തത് ദൈവം സ്കാൻ ചെയ്തു. ചില രോഗമൊന്നും പെട്ടെന്ന് പിടികിട്ടുകയല്ല സ്കാനിങ്ങില്. അപ്പൊ സ്കാനിങ് എടുത്തു. സ്കാനിങ് റിപ്പോർട്ട് രണ്ട് റിപ്പോർട്ട് സെയിമാ. അങ്ങനെ ആണല്ലോ സ്കാൻ ചെയ്യണ്ടേ. ഏതായാലും ഡോക്ടർ പറയാ സ്കാൻ ചെയ്ത് വെച്ച് വരാൻ പറഞ്ഞാൽ എവിടാ ഡോക്ടർ? ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഇടത്ത് വെച്ചത് 3. അത് അവർ തമ്മിൽ ഒരു കണക്കുണ്ട്. ഇത്ര പേരെ ചെയ്യുമ്പോൾ ഇവർക്ക് ഇത്ര കമ്മീഷൻ ഉണ്ട്. അതുകൊണ്ട് ചെയ്തു. കടം മേടിച്ചാണെങ്കിലും വേറൊരു സ്ഥലത്തൂടെയും ചെയ്തേക്കണം. രണ്ടും സെയിം ആണെങ്കിൽ ഓക്കെ. അപ്പൊ 2 സ്കാനർ റിപ്പോർട്ട് ഒന്ന് വായിച്ചേ. യൂദാ 11 പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15. 2 സ്കാനർ റിപ്പോർട്ട് സെയിമാ. മൈക്ക് കൊടുന്ന് വായിച്ചോട്ടെ. വായിച്ചോ. അവർക്ക് അയ്യോ കഷ്ടം. അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബെലിയാമിന്റെ വഞ്ചനയും ഭാഗത്ത് മുഴുവൻ കൂലി കൊതിച്ചിരിക്കുക. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അത് 1, 2. അവർ നേർവഴി വിട്ട് തെറ്റി പെയോരിന്റെ മകനായ ബെലിയാമിന്റെ വഴിയിൽ നടന്നു. അടുത്ത പദം, അവർ അനീതിയുടെ കൂലി കൊതിച്ച്. രണ്ടും സെയിം റിപ്പോർട്ട് സ്കാനിംഗ് മെഷീനിൽ. യൂദാ 11-ലും പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ലും കൂലി കൊതിച്ചു. പക്ഷെ സംഖ്യാപുസ്തകം 22:18 പുള്ളി, എന്റെ ഭാഷയാ, പുൽപ്പിറ്റേ നിന്ന് കസർത്ത് കാണിച്ചു. എന്തുവാ? എന്നെ പ്രതിയാക്കുക. ചില ആൾക്കാരൊക്കെ വലിയ വകുപ്പുകൾ ഈ കേരളത്തിലുമൊക്കെ വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ഇവര് പ്രസംഗിക്കുന്ന അവിടെ പറഞ്ഞാലോ ഉപദേശം പറയുന്ന നീ എല്ലായിടത്തും പറയണം. പ്രമാണം പറയുന്ന നീ പത്തിയൂരും പറയണം, പത്തനാപുരത്തും പറയണം, പത്തനംതിട്ടയിലും പറയണം. സ്തോത്രം. അമേരിക്ക ചെന്നാലും പറയണം, കാനഡയിലാന്നേലും. ഇത് ഇവിടെ ഒരു പ്രമാണം, അവിടെ. എനിക്കറിയാം ചിലരെ, എല്ലാവരും അല്ല കേട്ടോ, വിദേശത്ത് നിന്നൊക്കെ ഇവിടെ വന്ന് വലിയ വകുപ്പ് പറയുന്ന പുള്ളിക്കാരുണ്ട്. അവര് സൂക്ഷിക്കുന്നിടത്ത് ഈ വകുപ്പ് പറഞ്ഞാലോ എന്നാ ഒരു സങ്കടം പോലെ. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം ഉറപ്പിച്ചു നിർമ്മിക്ക്, ഇത് ഈ തിരുവചനത്തിനോ മാറ്റമൊന്നുമില്ല. ഇതെല്ലായിടത്തും ഇത് തന്നെ. ഇതെല്ലായിടത്തും ഇത് ഉള്ളത് തന്നെ പറയണം. അതിന് ആൾക്കാരെ പേടിക്കുമൊന്നും വേണ്ട, സമൂഹത്തെ പേടിക്കണ്ട, സഭയും സംഘടനയെ പേടിക്കണ്ട. കാരണം വിളിച്ചത് ദൈവമാണ്. അത് തീർത്ത് പറയണം. അങ്ങനെ തീർത്ത് പറഞ്ഞാൽ ദൈവം നിന്റെ കൂടെ കാണും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്തോ അവിടെ എന്നാ പറ്റി? എന്നാ മോനെ ഈ മൈക്ക് കൊടുക്കാവില്ല, ദൂരാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും കൊടുക്ക, എടുത്തു. കുഴപ്പമില്ല. ഇപ്പം ഇനി ഒന്നുമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിക്കേണ്ട
22:18 പറഞ്ഞു, ബാലാക്ക് എനിക്ക് ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഞാൻ പ്രമാണം വിടുകയല്ല. പക്ഷെ സ്കാനിങ് ചെയ്തപ്പോ ഇവന്റെ അകത്ത് മുഴുവൻ കൂലി കൊതിച്ചിരിക്കുക. അപ്പൊ കാശ് മേടിക്കുകയും ചെയ്തു. ഇവരെ ശപിക്കണം. പക്ഷെ ശപിക്കാൻ അങ്ങോട്ട് വന്ന് പറയുന്നത് മുഴുവൻ നല്ല കാര്യമാണ്. സുഭാഷിതം എന്ന വായിച്ചേ, 23:7, 23:18, 24:3, 24:15. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി. ഇനി 18, 23:18. അവൻ സുഭാഷിതം ചൊല്ലി. 24:3. അവന്റെ മേൽ അവൻ സുഭാഷിതം ചൊല്ലി. 15. പിന്നെ അവൻ സുഭാഷിതം ചൊല്ലി. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ 4 വാക്യത്തിലും സുഭാഷിതം സുഭാഷിതം സുഭാഷിതം. നമ്മുടെ ഇടയിൽ ഒരു മാസിക ഉണ്ടായിരുന്നു, സുഭാഷിതം. പണ്ട് റേഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു സുപ്രഭാതം. അപ്പൊ ഇത് നല്ല കാര്യമാണ്, സുഭാഷിതം സുഭാഷിതം. കാശ് മേടിച്ച് കൈ വച്ചിരിക്കുക, ശാപിക്കണം. പക്ഷെ വരുന്നത് മുഴുവൻ. അപ്പൊ പിന്നെ എപ്പോഴാ ഇവന് ദോഷോപ്പിച്ച് വെച്ച് 3 കാര്യമാണ്. 1, ഇടർച്ച ഉണ്ടാക്കി. 2, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ പൂള് വെച്ച് കൊടുത്തു. 3, ദുർമാർഗത്തിൽ വ്യവസ്ഥ തെറ്റി പരസംഗത്തിന് ആൾക്കാരെ പ്രചോദനം കൊടുത്തു, പ്രോത്സാഹിപ്പിച്ചു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ മതി പാസ്റ്ററെ. ഷൂ പാസ്റ്റർ, നിങ്ങൾ ആരെങ്കിലും എടുത്തവർ വായിച്ചോ? അപ്പോൾ വിഗ്രഹാർപ്പണം ഭക്ഷിക്കേണ്ടതിനും തുറന്നുറപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ. അപ്പൊ ബിലിയാമിന്റെ ഉപദേശം. മറ്റ് 4 വാക്യത്തിൽ സുഭാഷിതം സുഭാഷിതം സുഭാഷിതം. പിന്നെ ഇവന്റെ ഉപദേശം എപ്പോഴാ ഇറക്കി? ചുരുക്കി പറഞ്ഞാൽ, ന്യായമായി ചിന്തിച്ചാൽ കാശുമൊക്കെ മേടിച്ച് ശപിക്കുകയും ചെയ്യണം. വരുന്നത് മുഴുവൻ സുഭാഷിതമാണ്. അപ്പം പോകുന്ന പോക്കിന് അവൻ്റെ ഒരു പൂള് വെച്ച് പോയി. ഇനി 24-ാം അധ്യായത്തിന്റെ ഇറക്കിയ ഉപദേശം, 24-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മനുപാസ്റ്റേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ, സ്ഫുടമായിട്ടും ഞാൻ പറഞ്ഞ വിഷയത്തോട് പൊരുത്തപ്പെട്ടൊന്ന് വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. ഒക്കുന്നുണ്ട് എന്നാലും ഒന്നുകൂടെ ആക്കം കൊടുത്തൊന്ന് വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. എന്നാലും ഒന്ന് വായിച്ചേ. പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത്. മറ്റ് 4 സ്ഥലത്തും സുഭാഷിതം സുഭാഷിതം സുഭാഷിതം. പക്ഷെ പോകുന്ന വേളയിൽ പിന്നെ അവൻ ഈ സുഭാഷിതം കൂടെ അങ്ങിറക്കി, അതുകൂടെ അങ്ങിറക്കി വിട്ടു. ഇനി ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ പോയാൽ വേറെ റൂട്ടിൽ പോകും. എടുത്ത വാക്യത്തോട് കൂറ് പുലർത്ത് നമ്മുടെ സമാപന യോഗമല്ലേ. അപ്പൊ അത് ആ നിലയിൽ തീരട്ടെ. നമുക്ക് വേറൊരു ഭാഗത്തേക്ക് അങ്ങ് പോകാം. കർത്താവിൻ്റെ മഹത്വം. നിങ്ങൾ ചിലർ വചനം അംഗീകരിച്ച് ആസ്വദിക്കുന്നത് കൊണ്ട് എനിക്കും സന്തോഷമുണ്ട്. ക്ഷീണമെല്ലാം മാറി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? പുള്ളി നിങ്ങാനും നിങ്ങളുടെ പ്രാർത്ഥന ഏൽക്കുന്നതാ, ഫലിക്കും. ദൈവത്തിന് മഹത്വം. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നതാ, ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവന് കാശ് വാങ്ങി വെച്ച് പ്രവചിക്കുക. ശപിക്കാനാ വരുന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ. അങ്ങനെ വന്ന കൂട്ടത്തിൽ ഇസ്രായേൽ മക്കളെ കണ്ട് പറഞ്ഞ ഒരു പദമാണ് നമ്മൾ കുറുവാക്യം വായിച്ചത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാ, ഒരാഭിചാരവും നിനക്ക് പറ്റത്തില്ല, ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. അവൻ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവയ്ക്കൊരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. ഇന്ന് രാത്രി ആഭിചാരം ദൈവജനത്തിന് പറ്റത്ത. അതിന് കാരണം എന്നാ? നമുക്ക് ആ ഭാഗത്ത് നിന്ന് 1-2 കാരണങ്ങളൊന്ന് ചിന്തിക്കാം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിർത്തും. അനുപാസ്റ്റേ വാച്ചൊന്ന് തന്നേര്, അല്ലെ പിന്നെ ഞാൻ അങ്ങ് നിന്ന് പറയുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വെള്ളവും തരേണ്ടി വരും. കൃത്യസമയത്ത് നിർത്താം. ദൈവത്തിന് മഹത്വം. അമ്പിച്ചാൻ പണ്ട് പറഞ്ഞ് അനീഷിനെയും വിളിച്ച് 1 കിലോ വെള്ളവും അതിനകത്തിടാനാ പറഞ്ഞ്. അപ്പം അതുകൊണ്ട് ഇന്ന് അത്ര വേണ്ട. കർത്താവിന് മഹത്വം. നല്ല രീതിയിലാണ് പറഞ്ഞത്. വെള്ളം കുടിക്കുക, വെള്ളം കുടിപ്പിക്കുകയാണല്ലോ. അപ്പൊ ഈ ആഭിചാരം യാക്കോബിന്
പറ്റത്തില്ല. അതിന് കാരണങ്ങൾ ഇന്ന് രാത്രി ശാന്തമായിട്ടൊന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ആ വിചാരം പറ്റാത്തത്? ഒന്ന്, 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. 24:8. ദൈവം അവനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. അവനെ എന്നുള്ള പ്രയോഗം യാക്കോബിന് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളെ പേര് മാറ്റിയല്ലോ. അപ്പോൾ ഇസ്രായേൽ മക്കളോട് പറയുക, ഇസ്രായേൽ മക്കൾക്ക് ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം ഇവർ മിസ്രയീം പുറപ്പെട്ട ദൈവമക്കളാണ് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, മിസ്രയീം പുറപ്പെട്ടെന്ന് ഒരു വാക്കിൽ നമ്മൾ പറയും, ചുമ്മാ പുറപ്പെട്ടതല്ല. നിങ്ങൾക്കറിയാമല്ലോ, ആബീബ് മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാർ രണ്ടിനും കുറുമ്പടി മേൽ പുരട്ടി ഒറ്റ വാക്ക് പറഞ്ഞ ചോരത്തളി ആചരിച്ചേച്ച ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത്. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യാതൊരു സംശയവും സങ്കോചവും കൂടാതെ യോഹന്നാൻ സ്നാപകൻ തന്റെ ശിശുവൃന്ദത്തോട് പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് രാത്രി ആ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ധന്യനായ പൗലോസ് പറഞ്ഞ പദവി വിവരിക്കുന്നവർക്കെല്ലാം മനപ്പാടമാ. നമ്മുടെ പെസഹ കുഞ്ഞോട് അറുക്കപ്പെട്ടിരിക്കുന്നു, അതാമൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് മിസ്രയീമിൽ ആ കുരളറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നിഴല ആ കുഞ്ഞാടിന്റെ വലിയേറിയ രക്തമെടുത്ത് തങ്ങൾ തിന്നുന്ന വീടിന്റെ കട്ടളക്കാർ രണ്ടിലും കുറുമ്പടി മേൽ പുരട്ടി രക്തത്താൽ അടയാളമേറ്റു, രക്തത്താൽ ഒരു വിടുതലെടുക്കുക. അങ്ങനെയെങ്കിൽ രക്തം തളിച്ചതിന് ശേഷമാ ഇവര് മിസ്രയീം പുറപ്പെട്ടത്. ഈ രക്തം തളിയും ചോരത്തളിയൊക്കെ രക്ഷിക്കപ്പെടുന്നതിനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് അവൻ ഹൃദയത്തിൽ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് അവൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നിഴലാണ് ഈ കുഞ്ഞാടനെ അടുത്ത് ചോരത്തളി ആചരിക്കുന്നത്. അങ്ങനെയാണ് അവർ മിസ്രയീം പുറപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ഒരാവിചാരവും പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാ. കഴിഞ്ഞ രാത്രികളിലെല്ലാം ഇത് തന്നെ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഇത് തന്നെ മുഴങ്ങുന്നത്. ഇനി നിങ്ങൾ വലിയ ക്രൂസൈഡ് നടത്താൻ ദൈവം അനുവദിക്കുകയാണെങ്കിൽ വരവ് താമസിച്ച് അന്നാരോ ഇത് തന്നെ പറയുന്നത്. എന്നാ സങ്കടം? അല്ല, അങ്ങ് വലിയ മനപ്രയാസത്തോ. ദൈവത്തിന് മഹത്വം. ഒരു പാവത്താനാന്ന് തോന്നുന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം ആമേ രക്ഷിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി നീ യേശുവിന് ഹൃദയം കൊടുക്ക. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, യാതൊരു സാധനവും കൊണ്ട് കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറ, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എൻ്റെ യേശുവേ എന്നെ കൈവിടരുത്. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ, സമൂഹത്തിന്റെ, സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, സമീപവാസിയെ, സ്ഥലവാസിയെ, നിന്റെ ആ യേശു, നിനക്ക് വേണ്ടിയാ യേശു മരിച്ചത്. ഇതൊരു മതത്തിന്റെ യോഗമല്ല, സംഘടനയുടെ യോഗമല്ല, ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സകല മാനവജാതിക്കും വേണ്ടി ഒരുവൻ കുരളറക്കപ്പെട്ടു, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടല്ലയോ യോഹന്നാൻ പറഞ്ഞത്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകപാപം പരിഹരിക്കണമെങ്കിൽ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന് മാത്രമേ കഴിയൂ. ഈ രക്തം വിലയേറിയ രക്തം, ഇത് പുണ്യോക രക്തം, ഇത് പരിശുദ്ധ രക്തം, ഇത് നിർമ്മല രക്തം, ഇത് നിന്നെ സൗഖ്യമാക്കുന്ന രക്തം, ഇത് അവൻ വിശുദ്ധ രക്തം. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. ആറ്റുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മരുന്നപ്പെട്ട മത്തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഞാട്ടിൻ തീരൂ ഞാൻ ശുദ്ധനായി തീർന്നു തൻ ചങ്കിലെ ശുദ്ധരേ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു ഞാൻ ശുദ്ധനായി തീർന്നു ചങ്കിലെ
ഇന്ന് രാത്രി യേശുവിന്റെ രക്തം ഇവിടെ വ്യാപരിക്കുക. വിശ്വാസത്താൽ നീ ഏറ്റെടുക്ക്. എന്റെ സ്നേഹിത, 5 പൈസ കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്തിരുന്ന്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. ഇന്ന് രാത്രി നിന്റെ പാപം പരിഹരിക്കും, നിന്റെ പാപത്തെ ക്ഷമിക്കും. യേശു നിന്റെ ഉള്ളത്തിലേക്ക് വരും. മാത്രമാണോ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. തന്നെയുമല്ല, എടുത്ത വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഒരാഭിചാരവും നിനക്ക് പറ്റുകയില്ല. ആഭിചാരം പറ്റാതിരിക്കാൻ ഓടിച്ചു പോകാം. 1, രക്ഷിക്കപ്പെടണം. 2, ആഭിചാരം പറ്റാത്തതിന്റെ രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ സമാപന യോഗവും നമ്മുടെ യോഗമല്ലയോ, അപ്പോൾ അതിന്റെ ഉപദേശപ്രകാരം അങ്ങോട്ട് പോട്ടെ. ആഭിചാരം പറ്റാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം, ഒരു പ്രാവശ്യവും കൂടെ എഴുതിയിട്ടുണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടെന്ന്. ആ 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗം, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്നു. മതി, ഒന്നുകൂടെ എഴുതിയിരിക്കുക മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നെന്ന്. ആദ്യം നമ്മൾ 24-ന്റെ 8 പറഞ്ഞു, വായിച്ചു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, അത് രക്ഷ. ഇവിടെ വീണ്ടും എടുത്ത് ഉദ്ധരിച്ചിരിക്കുക, ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, ഇത് വീണ്ടും പറയാൻ കാര്യം, മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ചെങ്കടൽ തീരത്ത് വന്ന് നിന്നെന്നല്ല, ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്ന് ഇവര് മറുകര കയറി. ഈ ചെങ്കടലിന്റെ തീരത്ത് വരെ നിന്നേച്ച് മിസ്രൈം വിട്ടെന്നൊന്നും പറയരുത്. അങ്ങനെ പറയുന്ന ധാരാളം ആൾക്കാർ പത്തിയൂരും ചേപ്പാട്ടും ഹരിപ്പാട്ടും നങ്ങിയാർ കുളങ്ങരയിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വള്ളിപ്പാട്ടും എല്ലാം പാട്ടാ. ഞങ്ങൾ മിസ്രൈം വിട്ടെന്ന്. എവിടെ? ഇപ്പോഴും പറവോന്റെ അതിരെ കടന്ന പമ്പേറടിക്കുന്നത്. പറവോന്റെ ഇളം തന്നെ കടന്ന് പാടുക, പറവോന് ഞാനിനി. അയാളും പെമ്പിളേയും കൂടെ ജനലിൽ കൂടെ നോക്കി, ഈ വീട്ടിൽ നമ്മുടെ തിണ്ണെ തന്നെ കടന്ന്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ, എന്തേലും ആയിക്കോട്ടെ. നീ പൂർണ്ണമായിട്ട് മിസ്രൈം വിടുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ചെങ്കടൽ കടന്ന് അക്കരെ കയറുമ്പോഴാണ്. കാരണം ചെങ്കടൽ കടന്ന് അക്കരെ കയറിയാൽ അത് വേറൊരു രാജ്യമാണ്. അവിടെ ഫറവോന്റെ സ്വാധീനമില്ല. ചെങ്കടൽ കടക്കാത്തിടത്തോളം കാലം ഫറവോന്റെ ആധിപത്യം, സ്വാധീനം നിന്റെ മേലുണ്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ ചെങ്കടൽ കിടന്ന് മറുകര കയറിയാൽ അത് ഒരു പുതിയ രാജ്യത്തിലാണ്. അവിടെ ഫറവോൻ നിന്നെ തൊടുകയില്ല. അതാ എടുത്ത് പറഞ്ഞത്. വീണ്ടും പറഞ്ഞ് ഇവര് മിസ്രൈം പുറപ്പെട്ട് എന്ന് പറഞ്ഞാൽ ആഭിചാരം പറ്റാതിരിക്കാൻ രണ്ടാമത്തെ കാര്യം, ഇവര് സ്നാനപ്പെട്ടവരാ. ഈ ചെങ്കടൽ കടന്നത് സ്നാനമാണ്. ഇനി കൊരിന്ത്യലേഖനം 10:1 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എല്ലാം വായിപ്പിക്കണ്ടെങ്കിലും വായിച്ചോ. തുടക്കം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴെയായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് അത് അപ്പൊ ചെങ്കടൽ സ്നാനത്തെ കാണിക്കുന്നതാണ്. ദൈവജനം സ്നാനപ്പെട്ടു, ഇവരെല്ലാം സ്നാനപ്പെട്ടു. ഞാൻ പറയാറുണ്ട്, ഇസ്രായേൽ മക്കൾ എല്ലാവരും സ്നാനപ്പെട്ടു. അത് കൊണ്ടുകൊണ്ട് മിസ്രൈമിന് സ്നാനപ്പെട്ടു. 2 കൂട്ടരും മുങ്ങി. പക്ഷെ ഒരു വ്യത്യാസം, ഒരു കൂട്ടര് മുങ്ങി പൊങ്ങി, മറ്റവര് മുങ്ങി 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 മുങ്ങി. നമ്മുടെ കൂടെ മുങ്ങി എത്ര എണ്ണവാ പിന്നെ മുങ്ങി. ഒരു വാക്യം തെളിവിന് വായിര്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇപ്പൊ മനുപ്പാസ് ചിന്തിക്കുക, വാക്യം വായിച്ച് എൻ്റെ ഊപ്പാട് വരിക. എന്നോട് ക്ഷമിക്കണം, കാരണം ആൾക്കാർ പറയുന്നു വായി വരുന്നതെല്ലാം പറയുമെന്ന്. വായി വരുന്നതൊക്കെ ഇതാണ് അറിയിക്കാനാ വായിപ്പിക്കുന്ന. വായിര് 11:29. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. വിശ്വാസത്താൽ. നമ്മുടെ സ്നാനം മുതിർന്ന സ്നാനമല്ല, ശിശു സ്നാനവുമല്ല. കൊച്ചുങ്ങളെ എടുത്തോണ്ട് പോയി മുക്കരുതേ. പ്രായമുള്ള അന്ന് അപ്പച്ചൻ പോകാറായി, മുക്കിയാര് എന്തിന്? അല്ലെ വള്ളക്കാലിൽ അപ്പച്ചനെ മുക്കിയപ്പോ സൂക്കാടെല്ലാം തീർന്നോന്ന് ചോദിച്ചു. സൂക്കാട് തീർക്കുന്നതാണോ സ്നാനം? ഞാൻ എപ്പോഴും പറയും, തിരുമൂലവലം ജോർജ് കുട്ടിച്ചായന് നമ്മുടെ പാലത്തിന്റെ പേരും മറന്നു പോയല്ലോ, തോണ്ടറക്കടവിലെ ഒരുത്തനെ മുക്കിയപ്പോ അവൻ ഉണ്ടയിട്ടയച്ച് നേരെ അക്കരയ്ക്ക് പോയി. അന്ന് അക്കരെ കയറിയപ്പോഴെങ്കിലും പോകുക എന്ന് പോലും പറഞ്ഞില്ല. അവൻ പോയി കണ്ണാട്ടിപ്പുഴ കറിയാച്ചന്റെ വീട്ടിൽ കയറിയിരുന്നാ പിന്നെ കേട്ടത്. കണ്ണാട്ടിപ്പുഴ കറിയാച്ചൻ നമ്മുടെ ഒരു തോമസ് കുട്ടിയുണ്ട്. ആ തോമസ് കുട്ടിയുടെ അമ്മായിയപ്പനാ, വെളിയനാട് തോമസ് കുട്ടി. അവിടെ പോയിരുന്നു. പിന്നീട് അറിഞ്ഞ അവന് ഇച്ചിരി ഇളക്കം ഉള്ളതാ, കല്യാണത്തിന് മുക്കിയതാ. വെള്ളം കയറിയപ്പോൾ ഇളകി അവനങ്ങ് പോയി. ഇത് സൂക്കാട് തീർക്കുന്ന മാർഗമല്ല സ്നാനം. കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മുക്കുന്നതുമല്ല. സ്തോത്രം. പെണ്ണ് കെട്ടിക്കാനുള്ളതല്ല സ്നാനം. എന്തായാലും ഭൗതിക വസ്തുക്കൾ കിട്ടാൻ വേണ്ടി അല്ല സ്നാനം. നീ മുങ്ങടാ, പേർഷ്യയെ പോകാം. പിന്നെ പേർഷ്യ പോകാനെല്ലാം പിന്നെ കിടന്ന് മുങ്ങുക. പേർഷ്യ പോകാനല്ല മുങ്ങുന്നേ, അമേരിക്ക പോകാനുമല്ല, നേഴ്സിനെ കെട്ടാനുമല്ല മുങ്ങുന്നേ.
10 കുസ്തിയും ബോംബെ ചാടി പിന്നെ ഒരു നേഴ്സിനെ കെട്ടി എന്നാ മുങ്ങിയാക്കാൻ. അതിനല്ല സ്നാനം. അയ്യോ, സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല. അതിനിപ്പോ പരസ്യമൊക്കെ ഉണ്ട്, ലൈഫ് ഓയിൽ അല്ലേ, സന്തൂർ, പിന്നെ ജമൽസന ഏതാ ഉപയോഗിക്കുന്നത്? ചന്ദ്രിക. അതെനിക്കറിയാമല്ലോ ചന്ദ്രികയാന്ന്. ചന്ദ്രിക തന്നെ ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജഡത്തിന്റെ അടുക്ക് കളയാൻ ഇങ്ങനെയുള്ള സോപ്പും തത്തുല്യമായ സാമഗ്രികളൊക്കെ അവൻ ഈ ചന്ത കിട്ടും. പക്ഷെ സ്നാനം അവൻ ആളിനെ കൂട്ടാനോ പെണ്ണ് കെട്ടിക്കാനോ അവനത് അത് അമേരിക്ക പോകാനോ കാശുണ്ടാക്കാനോ അവനത് സൂക്കാട് തീർക്കാനല്ല. സ്നാനമോ ജഡത്തിന്റെ അടുക്ക് കളയാൻ അല്ല. നീ ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാ. യേശുവിന്റെ കൽപ്പനയാ, കർത്താവിന്റെ നീതിയാ, യേശുവിനോട് ചേരുവാനാ, യേശു ക്രിസ്തുവിനെ ധരിപ്പാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ഇന്ന് രാത്രി എന്റെ സ്നേഹിത, ഉഴപ്പരുത്, പിടിവാശി പിടിക്കരുത്, നീ അവൻ തർക്കിക്കരുത്. തർക്കിക്കാൻ ഞാനുമല്ല, അവൻ യേശു മാതൃക കാണിച്ചല്ലോ. ഇത് കൂടുതൽ എന്തോ ചെയ്യേണ്ടത്? മാതൃക. അത് എടുത്തോണ്ടല്ല വന്നത്, നടന്നാ യേശു വന്നേ. സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, സ്നാപക യോഗനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു. ഗലീല നാട്ടിൽ നിന്നും ഓ നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ, നിന്നാലടിയ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ, നിന്നാലടിയ സ്നാനം ഏൽക്കേണ്ടതാ ഇരിക്കെ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു, അരുമനായകനെ നീ യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതി സാഫല്യമേകിടുവ ഞാനിപ്പോൾ വന്നിരിക്കെ, സാഫല്യമേകിടുവ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി, മറുത്തു ചൊന്നിടാതെ സ്നാനം, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. സ്നേഹിത, മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. ഇന്ന് രാത്രി സ്നാനം ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കാം. ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ചതല്ല സ്നാനം. അയ്യോ, പെന്തിക്കോസുകാരുടെ ബൈബിള് കിട്ടുന്നതിന് മുന്നേ മറ്റുള്ളവരുടെ കിട്ടിയതല്ലയോ? അതിനകത്ത് എഴുതിയതാ സ്നാനം. ആരംഭ സമയത്ത് ഭൂമിയിൽ സകല എണ്ണത്തിനെ എല്ലാം ചത്തുപോയപ്പോൾ 8 പേര് സ്നാനപ്പെട്ടെന്ന പത്രോസിന്റെ ലേഖനം പഠിപ്പിക്കുന്നത്. ആ പെട്ടകത്തിൽ അല്പജനം 8 പേര് അത് വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അടുത്ത പദം, ഇത് സ്നാനത്തിനൊരു മുൻകുറി. പിന്നെ കൊരിന്ത്യർ ലേഖനം 10 ഇവരെല്ലാം സ്നാനപ്പെട്ടെന്ന. അത് സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം പറ്റാതിരിക്കാൻ 2 സ്നാനപ്പെടണം. സ്തോത്രം. 1 രക്ഷിക്കപ്പെടണം. അതാ 2 പ്രാവശ്യം എടുത്ത് പറഞ്ഞു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട, മിസ്രയീം വിട്ടവരാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി ആഭിചാരം പറ്റാത്തതിന്റെ 1, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആഭിചാരം പറ്റുകയില്ല. 2, കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ച കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ദോഷവും. അതിനൊരു നിഴലായ സംഭവം നമുക്ക് കാണാമല്ലോ. നയമാൻ കുഷ്ഠരോഗിയ, ആമൻ പ്രവാചകന്റെ വാക്ക് പോലെ കൽപ്പന പോലെ പോയി ആമൻ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിയെന്നാ നാം ഇങ്ങനെ വായിക്കുന്നത്. 7ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവന്റെ ദേഹം ഒരു ചെറിയ ബാലകന്റെ ദേഹം പോലെ എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും നിനക്ക് വരികയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അതിനൊന്ന് രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം. സമയത്തെയും കൂടെ കണക്കിലെടുത്ത് അധികം വിശദീകരണത്തിന് പോകാതെ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. 3, ആഭിചാരം പറ്റാത്തതിന്റെ 3ാമത്തെ കാര്യം. ഈ ഭാഗത്ത് നിന്നാ സംസാരിക്കുന്നത്. ആ 3ാമത്തെ കാര്യം 24-ാം അധ്യായത്തിന്റെ 7ാമത്തെ വാക്യം വായിച്ചേ. അവൻ
അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഈ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്ന യാക്കോബിന് ആഭിചാരം പറ്റത്തില്ല. ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 7:38 എല്ലാവർക്കും മനപാഠമാ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി നിന്റെ ഹൃദയമാകുന്ന തൊട്ടിക്കകത്ത് നിന്ന് ആ പരിശുദ്ധാത്മാവിന്റെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ നിനക്കൊരാഭിചാരവും പറ്റത്തില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് സഭയ്ക്കകത്ത് വരുന്ന എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. ഇതാരും കൊടുക്കുന്നതല്ല, ഇതാരുടെയും കുത്തക നിന്നെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നു. ഞാൻ തർക്കിക്കാനില്ല, എൻ്റെ പൊന്നച്ചാ നിന്നിട്ടില്ല, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. ഇതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ തർക്കിക്കാൻ എനിക്ക് ഒന്നാമതായി തർക്കിക്കുന്ന ഇഷ്ടമല്ല, അത് സഭയ്ക്കും താല്പര്യമില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ശിവഭാഗം ആൾക്കാരും അനുഭവിക്കുന്നവരാ. ഇത് നിന്നിട്ടില്ല. ദൈവത്തിന്റെ നദി വെള്ളം നിറഞ്ഞിരിക്കുന്നെന്നാ നാം വായിക്കുന്ന ഒരു നദിയുണ്ട്. അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യമുണ്ട്. അതുകൊണ്ട് ഇത് നിന്നിട്ടില്ല. ഉൽപ്പത്തി വായിക്കുന്ന തോട്ടം നനയ്ക്കാൻ ഒരു നദി പുറപ്പെട്ടെന്നാ. അത് 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തത് പീശോൻ, വെള്ളച്ചാട്ടം എന്നർത്ഥം. അത് ഹവീലാദേശമൊക്കെ ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലു കൊണ്ട് അവിടുത്തെ പൊന്നൊക്കെ മേത്തരമായി വ്യാഖ്യാനിക്കുന്നില്ല. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ഏൻഗതി വരെ. ഏൻഗതി അതാ യഹസ്കേലി വായിക്കുന്നത്. ഏൻഗതി പണ്ട് മരുഭൂമിയായിട്ടും ദുർഗമായിട്ടും കൊള്ളുകയില്ലാത്ത സ്ഥലമാ. പക്ഷേ ഈ നദി അങ്ങോട്ട് ഒഴുകി ചെന്നപ്പോൾ ഏൻഗതിയുടെ 2 സ്ഥലത്ത് നിന്ന് മീൻപിടുത്തക്കാർ വല വീശി മീൻ പിടിച്ചു. മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ. പ്രൈസ് ദി ലോർഡ്. ഈ നദി ഒഴുകി ചെല്ലണം. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം. സഭയിലുള്ള എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. തമ്പേറടിക്കുമ്പോൾ ഇങ്ങനെ ഓരോ വിട്ടണക്കുന്നതല്ല അഭിഷേകം. സ്തോത്രം. പാട്ടുകാരാകുന്ന നിങ്ങളെല്ലാം മോനെ എല്ലാവരും അഭിഷേകം പ്രാപിച്ചല്ലയോ? ഇല്ലയോ മോനെ? അവന് ഇതെന്നാന്ന് പോലും അറിയാൻ മേല. അഭിഷേകം പ്രാപിച്ചോണം. ഓണസോ നല്ല നാദമൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. അഭിഷേകം പ്രാപിച്ചോണം. ഇത് പെന്തിക്കോസുകാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. ജോൺസനും തരും, മക്കളെ നിങ്ങൾക്കും തരും. അഭിഷേകം പ്രാപിച്ചാലുള്ള ഗുണം എന്തെല്ലാമെന്നറിയോ? പുഷ്ടി നിമുഖത്തെ മുഖം തകരും. ഘോരമായ പ്രശ്നങ്ങൾ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ അനുഭവത്തിന്റെയും വചനത്തിന്റെയും വെളിച്ചത്തിൽ പറയാ, നീ മുഴങ്കാലമടക്കി അന്യഭാഷ പറഞ്ഞ ആത്മാവിലൊന്ന് ബലപ്പെട്ട് മഞ്ഞുരുകി പോകുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്നവരായി ഇതിനകത്തിരിക്കുന്ന സിംഹഭാഗം ആൾക്കാരും ഭീകരമായ പ്രശ്നങ്ങൾ നിന്നെ പിടിച്ച് തകർത്ത് കളയുവാൻ നിനക്കെതിരെ വാടകോരി അണിയറക്കകത്ത് വൈരി നിനക്കെതിരെ വൈതരണികൾ ഒരുക്കി വെക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ട് ആരാധിച്ചാൽ മഞ്ഞുരുകി പോകുന്നത് പോലെ ഉരുക്കി മാറ്റുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി. ഈ ശക്തി വന്നാൽ രോഗശാന്തിയുണ്ട്. മാറാ രോഗങ്ങൾ മാറും. പണ്ടത്തെ പെന്തിക്കോസ് ആരാധന അതല്ലേ. ഇപ്പോഴത്തെ നിങ്ങളെ ജമൽസനെ പിണങ്ങരുത്. ഇപ്പോഴത്തെ ഈ വർഷിപ്പിന്റെ മെത്തേഡ് വന്നേ പിന്നെ ഇപ്പൊ ഇത് ഇല്ലാതെ ഒക്കത്തില്ല. അതുകൊണ്ട് വലിയ രോഗശാന്തി ഒന്നും നടക്കുന്നില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. പണ്ടത്തെ പെന്തിക്കോസ് നിങ്ങൾ എന്നേക്കാൾ അനുഭവമുള്ളവരാ. ആ മുഴങ്കാലം അങ്ങോട്ട് ഇരുന്ന് ആ പഴയ ഒരു വശം പൊട്ടിയ തമ്പേറൊക്കെ ആയിരിക്കും, കാശില്ല മേടിക്കാൻ. ഒരു വശം പൊട്ടിയത് എന്നാലും അതങ്ങോട്ട് വെച്ച് ചിലയിടത്ത് ചില സഹോദരന്മാരൊക്കെ നന്നായിട്ട് തമ്പേർ അടിക്കുകയല്ല, വായിക്കും. ഇപ്പൊ അങ്ങ് അടിക്കുക. തമ്പേറിട്ടങ്ങ് പൊത്തോ നങ്ങ് താളവും തെറ്റിച്ച് അന്തരീക്ഷം കൂടി. ഈയിടെ ഞാനൊരു സഭ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മെയിൻ പാസ്റ്റർ അയാൾ ഇത് അടിക്കേണ്ട ഒരു കാര്യവുമില്ല. അയാൾക്ക് താളമില്ല, ബോധമില്ല. അവിടെ വേറെ സഹോദരന്മാരുണ്ട്, അവർക്ക് കൊടുക്കേണ്ട ഇതിന് കണക്ക്. നമ്മളെ ഏൽപ്പിച്ച കാര്യം ചെയ്താൽ മതി. അത് ചുമ്മാ ഞാൻ പിന്നെ ചെല്ലുന്നതല്ലേ എന്നോർത്ത് ഞാനങ്ങ് അന്തരീക്ഷം കെടുക. എനിക്കാന്ന് രണ്ടാമത്തെ പാട്ട് പാടിയ പിന്നെ ഞാൻ തന്നെ എന്ന് തമ്പറിഞ്ഞു തരാൻ പറഞ്ഞു. മേടിച്ച് എനിക്കന്ന് ശുപാർശയില്ല തന്നെ. ഇവർ ആരുടെയിലും ഞാൻ കൊടുത്തു അടിക്കാൻ പറഞ്ഞു. തമ്പേർ വായിക്കാൻ പറഞ്ഞു. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. അന്നേരം ഞാനങ്ങ് തിരിഞ്ഞു മറഞ്ഞല്ലേ പിന്നെ എന്നെ ചെയ്യാൻ. കഴിഞ്ഞപ്പോൾ സഭയിൽ വേറെ പറഞ്ഞു, അയ്യോ ആർക്കും കൊടുക്കുകയല്ലേ ഈ മൂപ്പിൽ ആ തമ്പേർ. ഏതായാലും പാസ്റ്റർ ആയതുകൊണ്ട് ഒന്നും. അയ്യോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ നിലയിൽ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഇപ്പൊ ജോൺസൺ അത് ഓടക്കുള്ളിൽ നന്നായിട്ട് വായിക്കുന്നു. ഞാനതെടുത്ത് വായിച്ചാലോ? അത് പുള്ളിയെ ഏൽപ്പിച്ചിരിക്കുന്നതാ. ജമൽസൻ പാട്ട് പാടുന്ന പോലെ എന്നെ കൊണ്ട് ഒക്കുമോ? ഒക്കത്തില്ല. കർത്താവിന്റെ ദാസി ജിജീസാണ് പാടുന്നത് പോലെ അമ്മാമ്മ പാടുമോ?
സ്തോത്രം. അത് കുറ്റമല്ല. പക്ഷേ ആ സഹോദരിക്കില്ലാത്ത വിശേഷത ദൈവദാസിക്കുണ്ട്, ദൈവദാസിക്കില്ലാത്തത് പുന്നൂച്ചായനുണ്ട്. ഈ നമുക്കില്ലാത്തത് പുറകിരിക്കുന്ന ഈ വന്ന് ഇരുന്ന് തരുന്നത് ഒരു ദൈവകൃപയല്ലേ? ഞങ്ങളെ കേട്ടിരിക്കുന്നത് വലിയ കൃപയാ. ദൈവത്തിന് മകത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അപ്പൊ ഏൽപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാക്കി അത് നന്നായി കൈകാര്യം ചെയ്യണം. ദൈവത്തിന് മകത്ത്. അതുകൊണ്ട് ഒരു കാര്യം പറയുക, എല്ലാവരും അഭിഷേകം പ്രാപിക്കണം. എടാ, സഭയ്ക്കകത്ത് വരുന്ന സകല എണ്ണവും അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കുന്നവനെ കമ്മിറ്റിയിലെടുക്കാവൂ. സെക്രട്ടറിയാ, ട്രഷറാ, കുന്തമാണെന്നും പറഞ്ഞു കയറി. ഇതിപ്പോ അങ്ങനൊന്നും അല്ലല്ലോ. ആളിനെ സ്വാധീനിച്ച് ഫോൺ ചെയ്ത് കാല് പിടിച്ച് ഇടേ അഭിഷേകം പ്രാപിക്കണം. പല ആൾക്കാരും ആരാധന വരുമ്പോ ഇങ്ങനെ രാമൻ കാക്ക ഇരിക്കുമ്പോൾ ഇരിക്കുക. ഇവൻ കൈയടിക്കത്തില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കത്തില്ല. നോക്കി ഇരിക്കുക രാമൻ കാക്ക വാഴത്തണ്ട ഇരിക്കും പോലെ. എല്ലാവരും ആത്മാവിലാകുമ്പം ഈ രോഗികളും ക്ഷീണിതരും ചില പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ആ നിലയിൽ ശരീരം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ കൈയടിക്കാൻ നോക്കുക. അത് നമുക്ക് അറിയാമല്ലോ. ചിലപ്പോഴത്തില്ലേ അപ്പച്ചനെ വയ്യ, അതുകൊണ്ട് അപ്പച്ചൻ ഇങ്ങനെ അപ്പച്ചൻ്റെ ഒരിട്ട് കാശെടുത്ത് കൊടുത്ത് അപ്പച്ചൻ തുരുതിര എണ്ണ അങ്ങോട്ടെണ്ണി, പിന്നെ അപ്പച്ചൻ തിരിച്ച് ഇങ്ങോട്ട് എണ്ണി ഞെരടി എണ്ണി. അതിനപ്പച്ചൻ ഒരു കുഴപ്പം. ആരാധിക്കാൻ വരുമ്പം അരിപ്പച്ചന് ദൈവത്തെ ആരാധിക്കണം, അഭിഷേകം പ്രാപിക്കണം. ഘോരമായ പ്രശ്നം വരുമ്പോൾ അതിനെ ജയിക്കുന്നത് അഭിഷേകത്തിലാ. നിന്റെ കുടുംബത്തിനകത്ത് അന്യഭാഷ കേൾക്കണം. നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ ആരാധന ഉയരണം. സഭയ്ക്കകത്ത് ആരാധന ഉയരണം. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. അത് ഐമേനിയെന്നോ ഈമേനിയെന്നോ സെൻട്രൽ പാസ്റ്ററെന്നോ ലോക്കൽ പാസ്റ്ററെന്നോ സെക്രട്ടറിയെന്നോ കൗൺസിലെന്നൊന്നുമില്ല. സകലയെന്നോ ആത്മാവിൽ ബലപ്പെടണം. അയ്യോ, ആരാധനയ്ക്ക് പ്രായവും തടസ്സമല്ല. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. നിങ്ങൾക്കറിയാമല്ലോ, യാക്കോബ് 147 വയസ്സിലാണ് മരിക്കുന്നതിന് മുന്നേ തൻ്റെ മകൻ യോസേഫിന്റെ കുഞ്ഞുങ്ങളെ ഈ കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു വായു കൊണ്ടെന്നാണോ എഴുതിയേക്കുന്നത്. ഒരു വാക്യം വായിച്ചേ മനുപാസ്റ്റ. അവിടെ അല്ല, എബ്രായ ലേഖനം 11 അവിടെ എഴുതിയിട്ടില്ല, ഇവിടെ ഉണ്ട്. കൊച്ചുമക്കളെ അനുഗ്രഹിച്ചു വായു കൊണ്ടെന്നോ ഊർത്തശ്വാസം വലിച്ചെന്നല്ല. ആ 11-ാം അധ്യായത്തിന്റെ 21 വായിച്ചു. എബ്രായ ലേഖനം 11-21 വായിര്. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചെന്ന. 147 വയസ്സുള്ള വല്യപ്പൻ അവൻ കൊച്ചുമക്കളെ രണ്ടേം കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ച ചൂർത്തശ്വാസം കൊണ്ടെന്നല്ല, ദൈവത്തെ ആരാധിച്ചെന്ന. എന്റെ ശ്രോതാക്കളാകുന്ന പ്രിയപ്പെട്ടവരെ, ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ആരാധനയ്ക്ക് പൊസിഷനും അല്ലല്ല. ദാവീദ് രാജാവാകുമ്പോൾ കുതിച്ച് പൂർണ്ണ ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമനെല്ലാവരും അഭിഷേകം പ്രാപിക്കണം. ഇത് പെന്തിക്കോസുകാർ തരുന്നതല്ല, പാസ്റ്റർമാരും തരുന്നതല്ല. പണ്ടൊക്കെ കേൾക്കും 10 ചിറ വന്നു അഭിഷേകം പ്രാപിച്ചു, മാങ്ങാനം വന്നു അഭിഷേകം പ്രാപിച്ചു, മാങ്ങാനം പോയി അഭിഷേകവും പോയി. ആ അഭിഷേകമല്ല ഇത്. മാങ്ങാനം കൊടുത്തതോ 10 ചിറ കൊടുത്തതോ വാര്യാപുരം കൊടുത്തതോ കൂടൽ കുഞ്ഞുകുഞ്ഞു കൊടുത്തതോ അഞ്ചൽ ജോർജ് കുട്ടിയോ ML ജോർജ് കുട്ടിയോ മിന്നൽ ജോർജ് കുട്ടി പഴയ പ്രവാചകന്മാരാ. അതിനൊക്കെ ജോർജ് MV ജോണും MV ജോറും MV കോശിയല്ല, അവര് കൊടുത്തതല്ല. സ്തോത്രം. ഇത് ഉണ്ണുണ്ണി സാറിന്റെ ആത്മാവും അല്ല. ഇത് കുക്ക് സാഹിബ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതല്ല. നോയൽ സാഹിബും അവരുടെ ഒന്നുമല്ല. ഈ ദൈവത്തിന്റെ ദാനമാ. ഇത് പെന്തിക്കോസുകാരുടെ മാത്രമല്ല, ഇത് ഒരു സഭക്കാരുടെയും അല്ല. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ദൈവം ഇങ്ങോട്ട് അയച്ചതാ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവൻ സമയമായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇന്ന് രാത്രിയിൽ അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ ഒരാവിചാരവും പറ്റത്തില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നീ ആത്മാർത്ഥമാ ഈ പന്തല് വിട്ടു പോകുന്നതിന് പ്രാർത്ഥിക്ക്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ പകരണം. നിന്റെ ആത്മാവിനാൽ എന്നെ നടത്തണം. നിന്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. ഈ അഭിഷേകം രോഗബന്ധനം മാറും. എത്ര ക്യാൻസറുകൾ, ബ്രെയിൻ ട്യൂമറുകൾ, അറ്റാക്ക് വിഷയങ്ങൾ, ഷുഗർ കൂടിയത്, ഏതെല്ലാം മാരക രോഗങ്ങൾ ആരാധനയിലും പ്രാർത്ഥനയിലും അവൻ വിടുതല കിട്ടിയ ദൈവമക്കളാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ആ സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രിയിലും വ്യാപരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വിചാരം യാക്കോബിന്
പറ്റത്തില്ല. അതിന്റെ കാര്യമാണ്: ഒന്ന്, രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന് ആഭിചാരം പറ്റത്തില്ല. 2, സ്നാനപ്പെട്ട ദൈവവൈതലിന് ആഭിചാരം പറ്റത്തില്ല. 3, തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു ജീവജലത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവവൈതലിന് ഒരാഭിചാരവും പറ്റത്തില്ല. നമ്മുടെ യോഗമല്ലേ, ഉപദേശ വിഷയങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു പോകുന്ന നല്ലതാ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. 4 അഭിഷേകം, 4 ആഭിചാരം പറ്റാത്തതിൻ്റെ 4ാമത്തെ കാരണം 23-ാം അധ്യായത്തിൻ്റെ 9, 10 തിരുവെടുത്ത്. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറഞ്ഞ വേർപാട് പാലിക്കുന്നവരാ. വേർപാട് പാലിക്കുന്ന ദൈവപൈതലിന് ഒരാഭിചാരവും പറ്റത്തില്ല. എല്ലാത്തിനകത്തും ചെന്ന് തലയിടരുത്. സൺഡേ തുള്ളാനായിട്ട് ഇവിടെയും, പിന്നെ മൺഡേ മുതൽ സാറ്റർഡേ വരെ വേറെ കാര്യത്തിനും പാടില്ല. സ്തോത്രം. അതിൽ തന്നെ രസിക്കണമെന്ന വേർപാട് പാലിക്കണം. ലൈവ് ഉള്ളത് കൊണ്ട് എല്ലാം ഒന്നും പറയാൻ ഒക്കത്തില്ല. ഞാൻ പ്രിയ ഷെറിനെ വിളിച്ച് നേരത്തെ പറഞ്ഞു, ലൈവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, മൊത്തം ഇടണം. അത് അദ്ദേഹം പറയുകയും ചെയ്തു, സമ്മതിക്കുകയും ചെയ്തു. അവരങ്ങനെ ചെയ്യുന്നവരുമല്ല. ഇപ്പം ഇത് ഈ ബിസിനസ് ആയതുകൊണ്ട് ഇച്ചിരി കട്ട് ചെയ്ത് ഒരു തലക്കെട്ടുമൊക്കെ കൊടുത്ത് വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്ന ധാരാളം ആൾക്കാർ ഇവരിപ്പോൾ കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം അവർക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യും, കൊടുക്കുകയല്ലേ ഉണ്ട്. അവർ അത് വളരെ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. ചില ബിരുദന്മാർ ഒരു ബന്ധപ്പാടുമില്ല, ഉമ്മായിരുന്നു. അത് മതസ്പർദ്ധ വർദ്ധിക്കുന്ന രീതിയിലുള്ള തലക്കെട്ടും, സഭക്കാർ തമ്മിൽ അടിയുണ്ടാക്കുന്ന രീതിയിലുള്ള തലക്കെട്ടും, വ്യക്തികൾ തമ്മിൽ കൊമ്പ് കോർക്കത്തക്ക വിധത്തിലുള്ള തലക്കെട്ടും. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, പക്ഷെ പ്രസംഗം മുഴുവൻ വിട്ടോ ഒരു കുഴപ്പമില്ല, കേൾക്കാനല്ലേ. ഇടയ്ക്കത്തത് മാത്രം ചില പ്രത്യേക പരിവേഷം കൊടുത്തു വിടുമ്പോൾ സംശയവും അസ്വസ്ഥതകളും ഉണ്ടാകും. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എല്ലാവരും കേൾക്കട്ടെ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം, വേർപാട് പാലിക്കണം. വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് ഒരാഭിചാരവും പറ്റത്തില്ല. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. നാടോടുമ്പോൾ നടുവേ കൂടാൻ നമുക്ക് പ്രമാണമില്ല. എല്ലാത്തിനും പോയി തലയിടരുത്, എല്ലാത്തിനും തുള്ളരുത്, എല്ലാത്തിനും പോയി എല്ലാ ആഘോഷങ്ങൾക്കും ദൈവമക്കൾ കൂടരുത്. ഇപ്പൊ അതൊക്കെ പറയാൻ പറ്റൂ, ദൈവം ഉണ്ടല്ലോ. അതുകൊണ്ടാ വേണമെങ്കിൽ ഒരു വാക്യം വായിച്ചങ്ങ് വിടാം. ഒത്തിരി വാക്യമുണ്ട്. ഇപ്പം ഒന്ന് തരാം, കാരണം അരി എല്ലാം ബന്ധമൊന്ന് ഞെക്കണ്ടല്ലോ. ഒന്ന് ഞെക്കാൻ തരാം. ലേവ്യ പുസ്തകം 18:1. ലേവ്യ പുസ്തകം 18:1 ഒന്ന് വായിച്ചു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എന്തെന്നാ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിൽ നിങ്ങൾ പണ്ട് താമസിച്ച സ്ഥലമുണ്ടല്ലോ, മിസ്രയീം. പണ്ടത്തെ ഇടപാട്. നിങ്ങൾ നേരത്തെ താമസിച്ച മിസ്രയീം ദേശത്തിൽ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അവിടുത്തെ നടപ്പ് പോലെ ഇതിനകത്ത് വന്ന് നടക്കരുത്. അവിടെ പല രീതിയിലാണ് നടന്നത്. അവിടെ എന്തും ധരിക്കാം, എങ്ങനെ ആടാം പാടാം, അവിടെ എന്തും. അങ്ങനെ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു ജയമത്സനെ, നമ്മുടെ പാട്ടല്ല, എനിക്കൊന്ന് സിനിമാ പാട്ടാണോ നാടക പാട്ടാണോ, അത് വായിക്കണ്ട, ആടാം പാടാം. അപ്പൊ ശ്രദ്ധിച്ചേ, അയ്യോ എല്ലാം ആടാനും പാടാനും കൂടാനും ചാടാനും വേർപെട്ട ദൈവമക്കൾക്ക് പ്രമാണമില്ല. നീ എല്ലാത്തിനും ചെന്ന് തലയിടരുത്. നിങ്ങൾ മുമ്പ് നടന്ന മിസ്രയീമിലെ നടപ്പ് നടക്കരുത്. അടുത്തത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെ അരുത്. അവിടെ 7 പ്രബലജാതി, ഹിർവിയർ, അർഗേര്, പെരിസര്, യബൂസര്, അമോര്യര്, കിത്തര്, 7 പ്രബലജാതി, 32 ഉപജാതി, 32 വേഴും 39 പിന്നെ അതിനോട് ബന്ധപ്പെട്ടത്. ഇതെല്ലാം മേലെ നടപ്പാ. നടപ്പൊന്നും പാടില്ല. പിന്നെ അടുത്തത്, അവരുടെ മര്യാദ ആചരിക്കരുത്. അവർക്ക് പല മര്യാദകളുണ്ട്. ഏതാ? രക്ഷിക്കപ്പെടാത്തവർക്കേ നമ്മളവരെ വിധിക്കണ്ട, അത് അവരുടെ ആചാരമാ. നമ്മളത് കൈകടത്തുകയും വേണ്ട. പക്ഷെ അത് നിനക്ക് പാടില്ല. വേറെപ്പെട്ട ദൈവമക്കൾ നാളെ നോക്കരുത്. നേരത്തെയൊക്കെ നോക്കിയവരുണ്ട്. രക്ഷിക്കപ്പെടാം, അത്തം, ചിത്തിര, ജ്യോതി, അനിഴം, വിശാഖം, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെന്തുവാ, അശ്വതി, ഭരണി, കാർത്തിക, മകീരം, പുണർതം, പൂയം, അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇനി അത് പാടില്ല. എന്നാലും ചില ബന്ധുക്കോസുകാർ തള്ളമാര് പറയും, ഞങ്ങളുടെ മറിയാമ്മയുടെ ആയില്ലേ മാമാമേ. മറുഭാഷ പറഞ്ഞേച്ചാ
എൻ്റെ അനിയത്തി തങ്കമ്മയുടേത് മകവാ ആണോ? പിന്നെ അതില്ലേ അവക്ക് വെച്ചടി കയറ്റം. മകൻ പറഞ്ഞ മങ്കേ തുറന്നിരിക്കും. നിനക്കിതൊന്നും പാടില്ല. നീ മുഹൂർത്തവും നോക്കണ്ട, നാളും നോക്കണ്ട. വീട് പണിയുമ്പോ കള്ളിപ്പാലയും കെട്ടി തൂക്കണ്ട. എന്തിനാ കള്ളിപ്പാല? നീ ഉണ്ടല്ലോ, പിന്നെന്തിനാ കള്ളിപ്പാല? ഇത് ദൈവമക്കൾക്ക് പാടില്ലെന്ന്. വേർപാട് ഉപദേശം ഒത്തിരി പറയേണ്ടതാ, ഇല്ല ഞാൻ മുതിരുന്നില്ല. ദൈവത്തിന് മഹത്വം. കർക്കശ വേർപാടായത്. മിസ്രൈമിലൊന്നും പാടില്ല, ചെന്ന് കയറുന്നിടത്തൊന്നും പാടില്ല. നിങ്ങൾക്ക് ഞാനൊരു പ്രമാണം തന്നിട്ടുണ്ട്. ആ പ്രമാണം ഇതിനകത്തെ പ്രമാണമാ. കർക്കശമായി വേർപാട് പാലിക്കണം. ദൈവത്തിന് മഹത്വം. അങ്ങനെ വേർപാട് പാലിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. ഞാന് നിർത്തുക, 9 ആകുന്നു. എന്നോട് അങ്ങനല്ലേ പറഞ്ഞേ? മതി നിർത്താൻ തമ്പിച്ചു. 5 കൂടെ എടുക്കാനോ? എന്നാ ആട്ടെ. സ്തോത്രം. പണ്ട് ഞങ്ങളുടെ ഒരു വീട്ടിലെ വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം വിളമ്പിയപ്പം ഇളയ മോള് കുഞ്ഞാ. ഇപ്പം അവൾക്ക് 55 വയസ്സുണ്ട്. അപ്പം അമ്മ പറഞ്ഞുള്ള അറിവാ. അപ്പം ഇവൾ അടുത്ത് നിൽക്കുക. 3-4 പെൺപിള്ളേരും അപ്പനും ഉണ്ട്. പഴയ രീതിയല്ലേ. അപ്പം ഇങ്ങനെ വിളമ്പിയപ്പോൾ ഇവൾ അടുത്ത്, അവൾക്ക് അന്ന് 3 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം അവൾ ചോദിച്ചു, ഈ ചോറ് ആർക്കാ? ഉടനെ അമ്മ പറഞ്ഞു, അത് മൂത്ത അവക്ക്. ഇതാർക്കാ? അത് ഇത് ലളിതയ്ക്ക്. ഇതാർക്കാ? അത് ശ്യാമളയ്ക്ക്. ഇതാർക്കാ? അത് ലീലയ്ക്ക്. ഈ കൂന ആർക്കാ? പഴയ അമ്മമാരാ വിളമ്പുമ്പോ തവി കൊണ്ടെന്ന് അമക്കുക. ഈ കൂന എന്നെ പറഞ്ഞു, അത് അച്ഛന്. ഈ പിഞ്ഞാണത്തിൽ വെച്ചിരിക്കുന്ന ഇച്ചിരി ആർക്കാ? എന്നെ അമ്മ പറഞ്ഞു, അത് മോന്. എനിക്കോ? നിനക്ക്. എന്നാ ഇച്ചിരിയും കൂടെ എടുത്ത് ആ കൂനയ്ക്ക് കൊടുത്തേക്കാൻ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അനുവദിച്ച് കൂനയ്ക്ക് തന്നെ. അതുകൊണ്ട് 5 കൂടെ എടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം പറ്റാതിരിക്കാൻ 1 നീ രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 കർക്കശമായ വേർപാട് പാലിക്കണം. ഇത് ഉപദേശ വിഷയമാണ്. എല്ലാത്തിനും ഒരു കണക്കും കാര്യവും ഉണ്ടല്ലോ. അപ്പൊ 5 എന്നുള്ളതൊരു കണക്ക്. 5ാമത്തെ പോയിന്റ് പറയാം. എന്തുവാ? നല്ലതല്ലേ? 5 വരലല്ലയോ കയ്യില്? അപ്പോസ്തലപ്രവൃത്തിയും കൂടെ ചേർത്ത് പ്രാരംഭത്തിൽ 5 പുസ്തകമല്ലേ? ആദ്യം ഒരു 5 പുസ്തകമല്ലേ മോശയുടെ? പഞ്ചഗ്രന്ഥം. 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ ഇല്ലേ? പിന്നെ 5 ഭൂതങ്ങളെന്ന് ഒരു പ്രയോഗമുണ്ട്. അപ്പം ഒരു 5 പോയിന്റ്, കുഴപ്പമില്ലല്ലോ. ആഭിചാരം പറ്റാതിരിക്കാൻ 5ാമത്തെ കാര്യം അതുകൂടെ പറഞ്ഞു നിർത്താൻ നമ്മുടെ സമാപന യോഗമല്ലേ. ആ 24-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ല താനും. മതി. യേശു വീണ്ടും വരും. താനിരിക്കും പോലെ. അതാ നമ്മുടെ പ്രത്യാശ. കർത്താവിന്റെ വരവിനായിട്ട് എല്ലാവരും ഒരുങ്ങണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെട്ട് സ്നേഹിത സുഹൃത്തെ, മാതാവേ, പിതാവേ, മാന്യ പ്രിയപ്പെട്ടവരെ, സമീപവാസികളെ, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന, ദൂരത്തിരുന്ന് വീക്ഷിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ, യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. ആ തിരുസഭയെ ചേർക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവൻ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കിൽ സംബന്ധിച്ച് പ്രാർത്ഥന കഴിച്ച് അവൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷോട് ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കണം. ആമേൻ. നാം അവനെ കാണും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ഇന്ന് രാത്രി ആമേൻ, യേശുവിന്റെ വരവിന് നമുക്കൊന്ന് ഒരുങ്ങാം. ആമേൻ, കർത്താവിന്റെ വരവിനായി നമുക്കൊന്ന് ഒരുങ്ങാം. ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, അവിടുത്തെ വരവിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്, എന്നെ തള്ളിക്കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. അവിടുത്തെ വരവിൽ ചേർത്ത് കൊള്ളപ്പെടുവാൻ കൃപ തരണം. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ
ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. കാരണം 1 രക്ഷിക്കപ്പെട്ടവർക്ക്, 2 സ്നാനപ്പെട്ടവർക്ക്, 3 അഭിഷേകം പ്രാപിച്ചവർക്ക്, 4 വേർപാട് പാലിക്കുന്നവർക്ക്, 5 കർത്താവിന്റെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുക. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ചരണം ഇരുന്നോണ്ട് പാടിയാൽ മതി, എഴുന്നേറ്റ് നിന്ന് പാടണ്ട. എഴുന്നേറ്റ് നിന്ന് പാടിയാൽ ഇറങ്ങിപ്പോകും. അപ്പൊ ഇറങ്ങി പോകുന്നവരെ എനിക്കൊന്ന് കാണാമല്ലോ. ആണ്ടൊരു അമ്മാമ്മ പോകുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ എനിക്ക് കാണുകയും ചെയ്യാം. ആ പരിചയമുള്ളവരാന്നെ പിന്നെ പറയുകയും ചെയ്യാമല്ലോ കണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഇരുന്നുകൊണ്ട് അങ്ങ് പാടാൻ കൈയടിച്ച് എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം കടികനെ പോലെ ഗമിക്കും, ആമേൻ. കാത്തിരിക്കും വിശുദ്ധരെ കൈയടിച്ച് കഴുകനെ പോലെ ഗമിക്കും. ഓ മധ്യാകാശമണിയറയിൽ കൈയടിച്ച് ചേർന്ന് കാന്തനുമായി വേളി ചെയ്യുവാൻ, മധ്യാകാശമണിയറയിൽ കാന്തനുമായി വേളി ചെയ്യുവാനാമേനേശുവിന്റെ കൈയടിച്ച് ചേർന്ന് ആശ്രയമവനിലത്രേ യേശുവിന്റെ അടിസ്ഥാനം. യേശുവിന്റെ നാമത്തിൽ വിടുതൽ, വിടുതൽ, വിടുതൽ. ഇന്ന് രാത്രി രോഗശാന്തി, വിടുതലുകൾ, ദൈവശക്തി. അവൻ എന്നെ വഴി നടത്തും, ഓ അലയാതെ മരുഭൂമിയിൽ. ഓ അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. ഓ എന്റെ പ്രിയൻ അതിസുന്ദരൻ, ഓ അതിസുന്ദരൻ. എല്ലാവരും ചേർന്ന് കൈയടിച്ച് ഉയർപ്പിച്ചവൻ, ഓ പാപികളെ വീണ്ടെടുത്തവൻ. ലാസറിനെ ഉയർപ്പിച്ചവൻ, ഓ പാപികളെ വീണ്ടെടുത്തവൻ. യേശുവിന്റെ അടിസ്ഥാനം, ആശ്രയമവനിലത്രേ യേശുവിന്റെ അടിസ്ഥാനം. ആശ്രയമവനിലത്രേ അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, കാകളങ്ങൾ മുഴങ്ങിടാറായ. എന്റെ പ്രിയൻ വാനിൽ വരാറാ, സോദരരെ ഉണർന്നിടുവീൻ, ജയക്കൊടിയേ. സോദരരെ ഉണർന്നിടുവിൻ, ഉയർത്തുവിൻ ജയക്കൊടിയേ. യേശുവിന്റെ അടിസ്ഥാനം, ആശ്രയമവനിലത്രേ യേശുവിന്റെ അടിസ്ഥാനം. ആശ്രയമവനിലത്രേ അവൻ എന്നെ വഴി നടത്തും, അലയാതെ അവൻ എന്നെ വഴി നടത്തും, അലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും, മലയാതെ മരുഭൂമിയിൽ. അവൻ എന്നെ വഴി നടത്തും, മലയാതെ മരുഭൂമിയിൽ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ അപേക്ഷിക്കുന്നു. വളരെ ക്ഷീണിതരോ പ്രയാസമുള്ളവർ അവിടെ ഇരുന്നാൽ മതി. അല്ലാത്തവരോ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ സമാപന യോഗമല്ലേ, ആ കരങ്ങൾ ഒക്കുന്നെങ്കിൽ 2 ഒന്ന് വീശി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി പാർക്കും നമ്മളല്ല. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം.
എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ, ചുമതലപ്പെട്ടവർ, ഈ സെന്ററിന് ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ, അധ്യക്ഷൻ, എല്ലാവർക്കും കേട്ടിരുന്നവർക്കും നന്ദി. ഒരപേക്ഷ മുമ്പേ ഓർപ്പിച്ചതുപോലെ, തമ്പിച്ചാൻ ഓർപ്പിച്ച പോലെ പോരാട്ടങ്ങളാ, എങ്കിലും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ഈ നവംബർ മാസം എല്ലാ ദിവസവും, ഡിസംബർ എല്ലാ ദിവസവും, ജാനുവരി എല്ലാ ദിവസവും, കുമ്പനാട് കൺവെൻഷൻ്റെ ചില ദിവസം ഒഴിച്ച് ഫെബ്രുവരി എല്ലാ ദിവസവും കൺവെൻഷനുകൾ, യോഗങ്ങളും ഉണ്ട്. പകൽ യോഗവും വൈകിട്ട് കൺവെൻഷനും ഒക്കെ ഉണ്ട്. ഓർപ്പിച്ചത് പ്രോഗ്രാം കേൾപ്പിക്കാൻ പറഞ്ഞതിൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എല്ലാവരും ഓർക്കുമ്പം, കുടുംബ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയൊക്കെ ഓർക്കുമ്പം, എളിയവനെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും, തിരുവല്ലയിൽ ഒരു ചെറിയ കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് എല്ലാ മാതാക്കളോടും പിതാക്കന്മാരോടും കുഞ്ഞുങ്ങളോടും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ഇങ്ങോട്ട് നോക്കാൻ, അമ്മ ഓയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.